നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ്റെ സ്വപ്ന സമാനമായിട്ടുള്ള മുന്നേറ്റം സെമി ഫൈനലിലെ സൗത്ത് ആഫ്രിക്ക തീർത്തു കൊടുത്തു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കടക്കുന്നത്. ഇനിയിപ്പോൾ ഫൈനലിൽ അവർ കിരീടം ചൂടി അത് മറ്റൊരു ചരിത്രമാകും. അൺബീറ്റനായിട്ട് ഇതുവരെ ഒരു ടീമും T20 വേൾഡ് കപ്പിൽ കിരീടം ചൂടിയിട്ടില്ല. അതിലേക്കാണോ അവരുടെ ഈ പോക്ക്? അത് കണ്ടറിയണം. ഏതായാലും എയ്ഡൻ മഴക്കുളം എന്ന ക്യാപ്റ്റൻ അവർക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നയാളാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ അങ്ങനെയാണ്. അണ്ടർ-19 വേൾഡ് കപ്പ് 2014 അദ്ദേഹം നായകനായിട്ട് നേടിയിട്ടുണ്ട്. ദെൻ SA20 2023 അദ്ദേഹത്തിൻ്റെ ടീം നേടി. SA20 2024 അദ്ദേഹത്തിൻ്റെ ടീം നേടി. ഇപ്പോൾ T20I വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടീം എത്തിയിട്ടുണ്ട്. സോ എയ്ഡൻ മഴക്കുളം ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നയാളാണ്. അത് ഇനിയിപ്പോൾ ഈ ഒരു കിരീടത്തിലൂടെയാണോ അവസാനിക്കുക? അത് കണ്ടറിയണം. പക്ഷെ നമ്മളിവിടെ അഫ്ഗാൻ്റെ ഈ ഒരു പരാജയം കൊണ്ട് അവരെ എഴുതി തള്ളേണ്ടതില്ല. അവരുടെ ഇതുവരെയുള്ള എഫേർട്ടിനെ നമ്മൾ കാണാതെ പോകരുത്. അഫ്ഗാനെ പോലുള്ളൊരു ടീം 2004 അവർ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ മത്സരം കളിക്കുന്നത്. 20 വർഷം കൊണ്ട് അവർ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ എത്തിയതല്ല. അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള എഫേർട്ട് ഉണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ സെമി ഫൈനലിലേക്ക് എത്തിയത്. മുമ്പ് കെനിയ 2003 വേൾഡ് കപ്പിൻ്റെ സെമിയിലെത്തി, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതൊന്ന് പല ടീമുകളും കുറേ മത്സരങ്ങളൊക്കെ ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. ആ കാര്യം മറക്കുന്നില്ല. പക്ഷെ കെനിയക്ക് അവിടെ നിന്ന് ഒരു പുരോഗതിയും പിന്നീട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ അഫ്ഗാൻ്റെ കാര്യം അതല്ല. അഫ്ഗാന് ബേസിക്സ് എല്ലാം നല്ല രൂപത്തിൽ ഇപ്പോൾ ലഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ടീമിൻ്റെ പരാജയത്തിൻ്റെ കാരണം ഒരു പക്ഷേ അവരുടെ മിഡിൽ ഓർഡറിൽ വേണ്ട വിധത്തിൽ ഡെപ്ത് ഇല്ല എന്നുള്ളതായിരുന്നു. ബാറ്റിംഗ് മിഡിൽ ഓർഡറിൽ മികച്ച രൂപത്തിലുള്ള സ്പിന്നർമാർ അവർക്കുണ്ട്. വേൾഡ് ക്ലാസ് ടോപ്പ് ക്ലാസ് സ്പിന്നർമാരുണ്ട്. മോശമല്ലാത്ത പേസേഴ്സിനെയും അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഓപ്പണർമാർ ബാറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ മധ്യനിരയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരൊറ്റ ബാറ്റർ, ഒരു ടോപ്പ് ക്ലാസ് ബാറ്റർ ഉണ്ടെങ്കിൽ അഫ്ഗാൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ വിലയിരുത്തുന്നത്. ഏതായാലും റാഷിദ് ഖാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് തുടക്കം മാത്രമാണ്, ഞങ്ങൾ അങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോവാം. ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ് ഫോർ അസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. സോ ഞങ്ങളുടെ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക, അതാണ് ഞങ്ങൾ ചെയ്യേണ്ടതും അതാണ് എന്ന് റാഷിദ് ഖാൻ പറയുന്നു. റാഷിദ് പറഞ്ഞതാണ് 100% കറക്റ്റ്. അവരുടെ പ്രോസസ്സ് അവർ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൻ ശക്തിയായിട്ട് ക്രിക്കറ്റിൽ അഫ്ഗാൻ മാറാൻ എല്ലാ സാധ്യതകളുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.